ഇതൊരു 8.5 സെന്റും വീടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നമ്മളെ വീടിന്റെ മുമ്പിലുള്ള റോഡ്. ഇതിപ്പോ നിങ്ങൾ കാണുന്നത് നിലവിൽ ഇത് കോൺക്രീറ്റ് റോഡാണ്. ഇതിന്റെ നേരെ തൊട്ട് മുമ്പിൽ തന്നെ ടാറിംഗ് റോഡ് ഉണ്ട്. ടാറിംഗ് റോഡ് നേരെ നമ്മളെ വീട്ടിലേക്ക് ഇറങ്ങുന്ന റോഡാണിത്. പരിസരത്തൊക്കെ തന്നെ നിങ്ങൾക്ക് വീടുകൾ ഇങ്ങനെ കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. നല്ലൊരു വീട്, അധികം പഴക്കമില്ലാത്തൊരു വീട്. അതുപോലെ ചുറ്റിലും നമുക്ക് നല്ല മതിലൊക്കെ വരെ കൊടുത്തിട്ടുണ്ട്. 2 ഗേറ്റ് ഉണ്ട്. ഇത് വീടിന് 2 എൻട്രൻസ് ഒക്കെ ഉണ്ട്. ഒക്കെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വീട്. നേരെ നമുക്ക് ഗേറ്റിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഇതിന്റെ ഉള്ളിലെ കാഴ്ചയൊക്കെ ഒന്ന് കാണാം. ഇവിടെയൊക്കെ മുറ്റൊക്കെ നല്ല സൗകര്യമുണ്ട്. നമുക്കിവിടെ വാഹനം നിർത്താനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട്. ഇതൊരു എൻട്രൻസ് ആണ്. ഇവിടെ ഒരു എൻട്രൻസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് തൊട്ട് മുകളിൽ ഒരു എൻട്രൻസും വരുന്നുണ്ട്. ഈ സ്ഥലത്തിനനുസരിച്ചാണ് ഇവർ വീട് നിർമ്മിച്ചിട്ടുള്ളത്. നേരെ നമുക്ക് മുകളിലേക്കൊന്ന് പോവാം. ഇവിടെ ഒരു ഗേറ്റ് വന്നിട്ടുണ്ട്. ഇതൊരു എൻട്രൻസ് വരുന്നുണ്ട്. ഇവിടെ 2 വഴിക്കും നമുക്ക് ഈ വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതൊക്കെ നമ്മൾ പൈപ്പ് കണക്ഷനാണ് കാണുന്നത്. കുടിവെള്ളത്തിന്റെ 2 കണക്ഷൻ ഇവിടെ ഉണ്ട്. 2 കണക്ഷനാണ്. വെള്ളത്തിന് ബോർവെല്ലുണ്ട്. ഇതുപോലെ 2 കണക്ഷനും ഉണ്ട്. വെള്ളമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഭാഗത്തേക്കൊക്കെ നമുക്ക് മുറ്റം അത്യാവശ്യം സൗകര്യം തന്നെയുണ്ട്. പരിസരത്തുള്ള വീടൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ ചുറ്റിലും മതിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ വീടിന്റെ ബാക്ക് സൈഡാണ്. ഇത് ബോർവെൽ കണക്ഷനാണ്. വെള്ളത്തിന് നമ്മൾ പറഞ്ഞില്ലേ, ബോർവെൽ ഉണ്ട്. 2 പൈപ്പ് കണക്ഷനുണ്ട്. നമ്മളെ കിച്ചന്റെ സൈഡിലേക്ക് ഇതുപോലെ ഒരു ചാർത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് ഇത് വേണമെങ്കിൽ ഇവിടെ ഒരു വർക്ക് ഏരിയ ആക്കാം. നമുക്ക് ഇനി വേണമെങ്കിൽ പാർക്കിംഗ് ഒക്കെ ആക്കാം. അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ ആക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മൾ കമ്പോസ്റ്റ് ആണ് കാണുന്നത്. നമ്മൾ വേസ്റ്റുകളൊക്കെ ശേഖരിക്കാൻ, കിച്ചണിൽ നമുക്ക് വരുന്ന വേസ്റ്റുകളൊക്കെ ശേഖരിച്ച് വളമാക്കാനുള്ള ഒരു പദ്ധതിയാണ്. ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണിത്. നേരെ ബാക്കിലേക്ക് അങ്ങനെ പോയി നോക്കാം. പരിസരത്തൊക്കെ ഇതുപോലെ വീടുകളൊക്കെ ഉണ്ട്. താഴ്ഭാഗത്തൊക്കെ വീടൊക്കെ ഉണ്ട്. നമ്മളെ വീടിന്റെ ബാക്ക് സൈഡാണിത്. ഇവിടെ അലക്കാനൊരു കല്ലൊക്കെ നമുക്ക് കാണാം. നമ്മളെ പരിസരത്തുള്ളൊരു കാഴ്ചയാണ്. ഫുള്ള് മരങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. നല്ല തണുപ്പാണ് ഇവിടെ. അതുകൊണ്ട് നേരെ നമുക്ക് ഈ വീടിന്റെ ഉൾവശം കാണാം. ഇവിടെ ഇത് നമ്മളെ 1ാമത്തെ എൻട്രൻസ് ആണ്. ഇത് കണ്ടില്ലേ, ഈ ഡോറ് ഇതൊക്കെ സ്റ്റീൽ ഡോറാണ് കേട്ടോ. ഗ്യാരണ്ടി ഉള്ള ഡോറാണ്. ഇതൊരു ഹാളൊക്കെ നല്ല വിശാലമായ ഹാളാണ്. നല്ല വലിപ്പമുണ്ട്. ഇതിന്റെ ഫ്ലോറിൽ കണ്ടില്ലേ, നല്ല ഗ്രാനൈറ്റൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് മുകളിലേക്ക് ലെഫ്റ്റ് സൈഡിൽ മുകളിലൊരു ബെഡ്റൂമും ഒരു ബാത്റൂമും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ നേരെ കാണുന്ന ഭാഗം ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ
ഈ ഭാഗത്തേക്ക് ഇവിടെ കിച്ചണും ഇവിടെ ഒരു ബെഡ്റൂമും, അങ്ങനെ 3 ബെഡ്റൂമും നമ്മളെ വീട്ടിലുണ്ട്. 2 ബാത്റൂമുണ്ട്, ഒരു അറ്റാച്ച്ഡ് കോമൺ ബാത്റൂം ഒക്കെ ഉണ്ട്. സ്റ്റെയർ ഒക്കെ ഉണ്ട്. നമുക്കിനി മുകളിലേക്ക് ബെഡ്റൂം കൂട്ടിയെടുക്കേണ്ടവർക്ക് സൗകര്യമുണ്ട്. ഇതൊക്കെ ഫില്ലറിലാണ് കേട്ടോ നമ്മളെ വീട് പണിതിരിക്കുന്നത്. കോമൺ ആയിട്ടുള്ള ബാത്റൂം ഒന്ന് കാണാം. ഇത് സാധാ ക്ലോസറ്റാണ് നമുക്ക് ഇതിൽ വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. നമുക്ക് റൈറ്റ് സൈഡിലൊന്ന് പോയി നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഭാഗത്തൊരു ബെഡ്റൂം വരുന്നുണ്ട്, കിച്ചൺ ഈ ഭാഗത്താണ് വരുന്നത്. ബെഡ്റൂമൊക്കെ അത്യാവശ്യം വലിയ ബെഡ്റൂമാണ്. ഫുള്ള് ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഫ്ലോറിലൊക്കെ. കിച്ചൺ നേരെ മുകളിൽ ആ പോർഷൻ ഇവിടുന്ന് കാണാം. സൈഡിലൊക്കെ നല്ല ആൻഡ്രിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റീലിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നേരെ മുകളിലേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെ വരുന്നുണ്ട്. സൈഡിലൊക്കെ ഇതാ ഫറവോളയൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതൊരു മെയിൻ ഡോർ വരുന്നത്. നമ്മൾ ആ പുറത്തുനിന്ന് കണ്ടില്ലേ, 2 ഡോറുകൾ പറഞ്ഞില്ലേ, ഇതൊരു മെയിൻ ഡോറാണ്. ഇതൊക്കെ സ്റ്റീലാണ് ഈ ഡോറ്. ഭാഗത്താണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയൊക്കെ ചുമരിലൊക്കെ കണ്ടില്ലേ, നല്ല പെയിന്റിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒക്കെ നല്ല സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂമാണ്. ഇതൊരു മാസ്റ്റർ ബെഡ്റൂമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെയൊക്കെ ഫ്ലോറിൽ കണ്ടില്ല, നല്ല ഗ്രാനൈറ്റാണ് ഫുള്ളായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മളെ വീടിന്റെ അകത്താണുള്ളത്. അപ്പോഴിത് വീട് നിങ്ങൾ മൊത്തം കണ്ടില്ലേ, ഇത് 1300 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്, 8.5 സെന്റ് സ്ഥലമുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പരിസരത്തൊക്കെ വീടുകളുണ്ട്, എന്നാലും അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ട്. നല്ല തണുപ്പും കോടയൊക്കെ ഉള്ളൊരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ്, മീനങ്ങാടി ഭാഗത്താണ്. മീനങ്ങാടി കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ സ്റ്റേഡിയമൊക്കെ ഇതിന്റെ തൊട്ടടുത്താണുള്ളത്. ഒരു 600 മീറ്റർ ദൂരമാണ് സ്റ്റേഡിയത്തിലൊക്കെ ഉള്ളത്. അതുപോലെ ഹൈവേയിലേക്കൊക്കെ ഒരു 600 മീറ്റർ ദൂരമാണ് നമ്മളെ വീട്ടിൽ നിന്നുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല റോഡ് സൗകര്യം ഉണ്ട്. വെള്ളത്തിന് 2-3 സോഴ്സ് നമ്മൾ പറഞ്ഞു, അതുണ്ട്. അതുപോലെ ഇതിന്റെ വർക്കുകളൊക്കെ നല്ല ഫുള്ള് ഫില്ലറിലാണ് നമ്മളെ വീട് പണിതിട്ടുള്ളത്. അതുപോലെ ഫുള്ള് ഗ്രാനൈറ്റ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഡോറുകളൊക്കെ നല്ല സ്റ്റീൽ ഡോറുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ പണി കഴിപ്പിച്ച വീടാണ്. ഇനി മുകളിലേക്ക് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഇത് വേണമെങ്കിൽ സ്വന്തമാക്കി കഴിഞ്ഞിട്ട് വാടകയ്ക്ക് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം. ഇനി ഒരു ഹോം സ്റ്റേ നടത്തണമെങ്കിൽ അതിനൊക്കെ സൗകര്യമുണ്ട്. അങ്ങനത്തെ ഒരു ഏരിയയിലാണ് നമ്മുടെ വീടുള്ളത്. അപ്പോൾ ഇതിന് വരെ ടോട്ടൽ ചോദിക്കുന്നത് 37 ലക്ഷം രൂപയാണ്. വിലയൊക്കെ ചെറിയ തോതിൽ നെഗോഷ്യബിൾ ആണ്. ഇനി ചെറിയ സ്ഥലമൊക്കെ ആയിട്ട് മാറ്റം പിടിക്കും. നമ്മളിപ്പോൾ ഒരു വീട് വെക്കാൻ പറ്റുന്ന 10 സെന്റൊക്കെ നിങ്ങളുണ്ടെങ്കിൽ, സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് മാറ്റം പിടിക്കാൻ തയ്യാറാണ്, ഓണർ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യമുള്ള വീടാണ്. അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക. വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ പറയുന്ന പോലെ ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് തരിക. ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീടുകളും സ്ഥലങ്ങളും ഫാമുകളും റിസോർട്ടുകളും ബിൽഡിങ്ങുകളും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.